മലർവാടി ലിറ്റിൽ സ്കോളർ കോൺടെസ്റ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെയും വിദേശത്തെയും അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ വിജ്ഞാന മത്സരം മലർവാടി വിജ്ഞാനോത്സവത്തിന്റെ ഗ്രാൻഡ് ഫിനാലെയാണ് ലിറ്റിൽ സ്കോളർ. 4000-ലേറെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും 3 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത പ്രശ്നോത്തരിയിൽ വിജയിച്ച കുട്ടികളാണ് ലിറ്റിൽ സ്കോളറിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത്. ഇതിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും GCCയിലെ 4 മേഖലകളിൽ നിന്നും പ്രാഥമിക റൗണ്ടിൽ വിജയിച്ചു വന്ന 32 കുട്ടികൾ 16 ടീമുകളായി ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കാനായി വന്നിരിക്കുകയാണ്. ഈ മത്സരാർത്ഥികളെ പങ്കെടുക്കുന്നതിന് മുമ്പ് ലിറ്റിൽ സ്കോളർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനെയും ഏറെ ആവേശത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കേരളം എന്ന ഈ ഹരിതാഭമായ ഭൂമിയെ നിർണയിക്കുന്നത് ഇവിടുത്തെ ജലരാശികളാണ്. കടലിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ഈ കൊച്ചു ദേശത്തിന്റെ സൗന്ദര്യവും ഐശ്വര്യവും നമ്മുടെ ജലസമൃദ്ധിയാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിലുള്ള എല്ലാ ടീമുകൾക്കും ഏതെങ്കിലും ജലാശയത്തിന്റെയോ നദിയുടെയോ പുഴയുടെയോ പേരാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി വയനാട് ജില്ലയെ പ്രതിനിധാനം ചെയ്യുന്ന കബനി. എൻ്റെ പേര് അരുൺ കിഷോർ PS. ഞാൻ LFUP സ്കൂൾ മാനന്തവാടിയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ആനന്ദ് P. ഹരി. ഞാൻ മെക്ലോഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമുക്ക് അടുത്ത ടീമിനെ പരിചയപ്പെടാം. അടുത്തത് പാലക്കാടിന്റെ പ്രസിദ്ധമായ രഥോത്സവത്തിന്റെ നാട് കൽപ്പാത്തി. ഹായ്, ഞാൻ മുഹമ്മദ് ഫസീൽ, ഗവൺമെന്റ് UP സ്കൂൾ ഭീമനാട്ടിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് നസ്രൻ ഫാത്തിമ. ഞാൻ പുതുനഗരം IEMSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്ക് അടുത്ത മത്സരാർത്ഥികളെ പരിചയപ്പെടാം. അടുത്തത് കോഴിക്കോട് ജില്ലയിലെ ലോകത്തെ ഏറ്റവും വലിയ തടി വ്യവസായം ഉണ്ടായിരുന്ന കല്ലായിപ്പുഴ. ഹായ്, ഞാൻ അഫീഫ് അഹമ്മദ്, ഇങ്ങാപ്പുഴ MGMHSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ സൈൽ റഹ്മാൻ. ഞാൻ GBS ചേന്നമംഗലൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അടുത്തത് കുട്ടനാട്ടിന്റെ ജലധമനിയായ കോട്ടയത്തിലെ മീനച്ചിലാണ്. ഹായ്, എൻ്റെ പേര് ഫൈസൽ മുഹമ്മദ്. ഞാൻ ഈരാറ്റുപേട്ടയിലെ അൽമനാർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ഷെഹന അസീസ്. ഞാൻ അൽമനാർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമ്മളെല്ലാവരെയും ലിറ്റിൽ സ്കോളറിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തേത് പടിവാതിൽ എന്ന് പറയുന്ന റൗണ്ടാണ്. നിങ്ങൾക്കറിയാം, വീടിന്റെ പടിവാതിൽ എവിടെയാണ് ഉണ്ടാവുക? മുൻപിലുണ്ടാവും അല്ലേ? അപ്പൊ മത്സരത്തിലേക്ക് കിടക്കുന്ന ആദ്യത്തെ റൗണ്ട് പടിവാതിലാണ്. വളരെ ലളിതമായ ഒരു റൗണ്ടാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 3 ചോദ്യങ്ങൾ ഉണ്ടാകും ഈ റൗണ്ടിൽ. ഇതിൽ ഓരോ ശരി ഉത്തരത്തിനും 10 വീതമാണ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുക. ആദ്യത്തെ ചോദ്യം, ഡിസംബർ 22 ഇന്ത്യ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കാണ്? A. CV രാമൻ, B. ശകുന്തളാദേവി, C. ശ്രീനിവാസ രാമാനുജൻ, D. ആര്യഭടൻ. പറയൂ ടീം കബനി, എന്താണ് നിങ്ങളുടെ? ഓപ്ഷൻ C ശ്രീനിവാസ രാമാനുജൻ. എന്താണ് കൽപ്പാത്തിയുടെ അഭിപ്രായം? ശ്രീനിവാസ രാമാനുജൻ. എന്ത് പറയുന്നു കല്ലായി? ശ്രീനിവാസ രാമാനുജൻ. മീനച്ചിൽ? ശ്രീനിവാസ രാമാനുജൻ. ശരി ഉത്തരമാണ്. ഓപ്ഷൻ C ശ്രീനിവാസ രാമാനുജൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്ന സുഡാൻ വിഭജിക്കപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും വലിയ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ശ്രദ്ധിക്കുക. ഓപ്ഷൻ A ഈജിപ്ത്, ഓപ്ഷൻ B സുഡാൻ, ഓപ്ഷൻ B അൾജീരിയ, ഓപ്ഷൻ D ദക്ഷിണാഫ്രിക്ക. കബനി. ഓപ്ഷൻ D സൗത്ത് ആഫ്രിക്ക. ഓക്കെ, കൽപ്പാത്തി. ദക്ഷിണാഫ്രിക്ക.
കല്ലായി. ഈജിപ്ത്. ഈജിപ്ത്. മീനച്ചിൽ. അൾജീരിയ. അൾജീരിയ. ഉത്തരം ഓപ്ഷൻ സി, അൾജീരിയ. Here we go, the third question. മലബാർ പ്രദേശത്തിന്റെ വിശദമായ ചരിത്രം പറയുന്ന മലബാർ മാനുവൽ രചിച്ചതാണ്? ഓപ്ഷൻ എ വില്യം ലോഗൻ, ഓപ്ഷൻ ബി ഹെർമൻ ഗുണ്ടട്ട്, ഓപ്ഷൻ സി വാൻ റീഡ്, ഓപ്ഷൻ ഡി ഹിച്ച്കോക്ക്. ആദ്യം ടീം മീനച്ചിൽ. ഓപ്ഷൻ ബി ഹെർമൻ ഗുണ്ടൻ. ഗുഡ്. ടീം കല്ലായി. ഓപ്ഷൻ എ വില്യം ലോഗൻ. വെരി ഗുഡ്. ടീം കൽപ്പാത്തി. ഓപ്ഷൻ എ വില്യം ലോഗൻ. ടീം കബനി. ഓപ്ഷൻ ബി ഹെർമൻ ഗുണ്ടർ. ഗുഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വില്യം ലോഗൻ. ഓക്കെ, കൂട്ടുകാർ കരസ്ഥമാക്കിയ മാർക്കുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് മലർവാടി ലിറ്റിൽ സ്കോളറിൽ എ ലിറ്റിൽ ബ്രേക്ക്. കഴുത. എന്നെ വിളിച്ചതല്ലല്ലോ അല്ലേ? വെൽക്കം ബാക്ക് ടു മലർവാടി ലിറ്റിൽ സ്കോളർ. അടുത്ത റൗണ്ട് നമ്മുടെ മലയാളത്തിന്റെ, നമ്മുടെ ജന്മഭൂമിയായ മലയാളത്തിന്റെ ഉണ്മയെ അടുത്തറിയാൻ സഹായിക്കുന്ന മലയാണ്മ റൗണ്ടാണ്. ഈ മത്സരത്തിൽ 4 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പതിവ് പോലെ പൊതു ചോദ്യങ്ങളായിരിക്കും. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? എന്താണ് ഈ കാണം? ഓപ്ഷൻസ്: സ്വർണം, പുരയിടം, ആധാരം, അഭിമാനം. എന്ത് വിറ്റ് ഓണം ഉണ്ണണം എന്നാണ് പഴഞ്ചൊല്ല് പറയുന്നത്? ടീം മീനച്ചൻ. ബി പുരയിടം. പുരയിടം. ഓക്കെ. ടീം കബനി. ഓപ്ഷൻ ബി പുരയിടം. പുരയിടം. ഗുഡ്. ടീം കല്ലായി. ഓപ്ഷൻ ബി പുരയിടം. ടീം കൽപ്പാത്തി. അഭിമാനം. അഭിമാനം. ശരിയായ ഉത്തരം ആധാരം. ആധാരം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. മിനിക്കഥ, ചെറുകഥ, നോവൽ. ഓക്കെ, മിനിക്കഥ, ചെറുകഥ, നോവൽ. ഈ മട്ടിൽ കവിതയെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ 1 ഖണ്ഡകാവ്യം, ഗീതകം, മഹാകാവ്യം. ഓപ്ഷൻ 2 ഗാനം, ഗീതകം, ശ്ലോകം. ഓപ്ഷൻ 3 ഗീതകം, ഖണ്ഡകാവ്യം, മഹാകാവ്യം. ഓപ്ഷൻ 4 ലാപകാവ്യം, ശ്ലോകം, മഹാകാവ്യം. ടീം കല്ലായി. ഗീതകം, ഖണ്ഡകാവ്യം, മഹാകാവ്യം. ടീം കൽപ്പാത്തി. ഗീതകം, ഖണ്ഡകാവ്യം, മഹാകാവ്യം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ടീം മീനച്ചിൽ എഴുതിയിട്ടുണ്ടാവുക? ഗീതകം, ഖണ്ഡകാവ്യം, മഹാകാവ്യം. ഓ, കബനിക്ക് ഇനി വേറെ ഓപ്ഷൻസ് ഉണ്ടോ? എന്താണ്? ഗാനം, ഗീതകം, ശ്ലോകം. വെരി ഗുഡ്. എന്തായാലും ശരിയായ ഉത്തരം ഓപ്ഷൻ 3 ഗീതകം, ഖണ്ഡകാവ്യം, മഹാകാവ്യം. അപ്പോ ടീം കബനി നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നത് ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. ഇതിൽ ഗർദ്ധവം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ 1 കഴുത, 2 കുതിര, 3 ആന, 4 ഒട്ടകം. ഇതിലേതാണ് ഗർദ്ധവം എന്ന വാക്കിൽ അറിയപ്പെടുന്നത്? എന്താണ് ഉത്തരവെന്ന് നമുക്ക് നോക്കാം. ടീം മീനച്ചിൽ. കഴുത.
ടീം കബനി, കഴുത. ടീം കല്ലായി. കഴുത. ഇനി എന്താണ് കൽപ്പാത്തിക്ക് പറയാനുള്ളത്? കഴുത. കഴുത. ശരിയാണ് ഉത്തരം, കഴുത. കഴുതക്ക് ഇത്രയും വലിയൊരു ക്ലാപ്പ് കിട്ടിയിട്ട് കുറെ കാലമായിട്ടു അല്ലേ? നോക്കാം, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം ഏതാണ്? ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം ഏതാണ്? മലർവാടി, യുറീക്ക, തത്തമ്മ, തളിര്. ടീം കല്ലായി. തളിര്. ടീം കൽപ്പാത്തി. തളിര്. ടീം മീനച്ചിൽ. തളിര്. ടീം കബനി. തളിര്. എല്ലാവരുടെയും ഉത്തരങ്ങൾ ശരി ഉത്തരങ്ങളാണ്. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. മാസ്ക് റൗണ്ട്. മാസ്ക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മുഖംമൂടി. മുഖം മൂടി അല്ലെ? ഇവിടെ നമ്മൾ മൂടാൻ പോകുന്നത് എന്തിന്റെയോ മുഖമാണ്, എന്തിന്റെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിയമങ്ങൾ. ഈ ചിത്രത്തെ 6 ഭാഗങ്ങളായി തിരിച്ച് നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഏത് ടീമിനോടാണോ ചോദിക്കുന്നത് ആ ടീമിന് ഈ മാസ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ഞങ്ങളത് മാറ്റിത്തരും. അത് മാറ്റിയാൽ ഉടനെ ചിത്രം ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പറയാം, അടുത്ത മാസ്ക് മാറ്റണം, ഞങ്ങളത് മാറ്റിത്തരും. അപ്പോൾ ഉത്തരം കിട്ടിയാൽ നിങ്ങൾക്ക് വീണ്ടും പറയാം. അഥവാ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ 5 മാസ്കുകൾ വരെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ ആദ്യത്തെ മാസ്ക് മാറ്റുമ്പോൾ ഉത്തരം പറഞ്ഞാൽ 10 സ്കോർ, രണ്ടാമത്തേതാകുമ്പോൾ സ്വാഭാവികമായി മാർക്ക് കുറയും, 8 സ്കോർ, മൂന്നാമത്തതിന് 6, നാലാമത്തതിന് 4, അഞ്ചാമത്തതിന് 2. സംശയമില്ലല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് ചോദ്യം പാസ് ചെയ്യുന്നതല്ല, ഓരോ ടീമിനും ഓരോ ചിത്രങ്ങളായിരിക്കും നൽകുക. ഇങ്ങനെ 4 ചിത്രങ്ങളാണ് ഈ മത്സരത്തിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീണ്ട കാലത്തെ അസ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം എടുത്തത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശ്രമഫലമായിട്ടല്ല. അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള എത്രയോ മഹത് വ്യക്തികൾ, എത്രയോ വ്യക്തികൾ ഇതിന്റെ പിറകിൽ ചോര ചിന്തിയിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, വിയർപ്പൊഴുക്കി ഇല്ലേ? അപ്പോ ഇപ്പോ നമ്മൾ ഈ ആദ്യത്തെ റൗണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ടീം കബനിയോടാണ്. റെഡിയാണോ? ഓക്കെ, നിങ്ങളുടെ ചിത്രം നിങ്ങൾക്ക് നോക്കാം. ഏത് മാസ്ക് ആണ് മാറ്റേണ്ടത് എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. പറഞ്ഞു. സി. ആദ്യത്തെ ചിത്രം മാസ്ക് മാറ്റിയിരിക്കുന്നു. നോക്കൂ, ഏതാണ് നിങ്ങളുടെ ഉത്തരം? ഭഗത് സിംഗ്. ഭഗത് സിംഗ്. ഉറപ്പാണോ? യെസ്, ഉത്തരം ഭഗത് സിംഗ് ആണ്. അടുത്ത ചോദ്യം ടീം കല്ലായിയോട് ആണ്. നോക്കൂ, ഏതാണ് നിങ്ങൾക്ക് മാറ്റേണ്ട മാസ്ക്? സി. അൺമാസ്ക്. സി. കണ്ടിട്ട് എന്തെങ്കിലും ധാരണ കിട്ടുന്നുണ്ടോ? അടുത്തത് എ. അടുത്ത മാസ്ക് മാറ്റേണ്ടത് എ ആണ്. ഇപ്പോ ചെവി കാണാം, മീശ കാണാം, കണ്ണ് കാണാം. സാധാരണ പറയാ ഏത് മനുഷ്യന്റെയും കണ്ണ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് പറയാ അല്ലെ? പറഞ്ഞോളൂ. മൗലാന അബുൽ കലാം ആസാദ്. വണ്ടർഫുൾ, മൗലാന അബുൽ കലാം ആസാദ്. വെരി ഗുഡ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ടീം കൽപ്പാത്തി, നോക്കൂ, ഏതാണ് നിങ്ങൾക്ക് മാറ്റേണ്ട മാസ്ക്? സി. 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 സൂക്ഷിച്ച്
സർദാർ വല്ലഭായ് പട്ടേൽ. ഉറപ്പാണോ? ശരിയാണ്, സർദാർ വല്ലഭായ് പട്ടേൽ. വെരി ഗുഡ് ഗസ്. സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന, അല്ലെ, ഇന്ത്യയെ ഏകോപിപ്പിച്ച, ഒരുപാട് നാട്ടുരാജ്യങ്ങളായി ചിതറക്കിടന്നിരുന്ന ഇന്ത്യയെ ഏകോപിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഗുഡ്. അടുത്തത് ടീം മീനച്ചലിനോടാണ്. നോക്കൂ, ഏതാണ് നിങ്ങൾക്ക് മാറ്റേണ്ട മാസ്ക്? ഡി, അൺമാസ്ക്. എല്ലാ ഇന്ത്യക്കാരനും ഓർമ്മയുള്ള ഒരു കഷ്ണം അതിലുണ്ട്. സി കൂടെ അൺമാസ്ക് ചെയ്യണം. യെസ്, അൺമാസ്ക് സി. സുഭാഷ് ചന്ദ്രബോസ്. യെസ്, നേതാജി. ശരിയാണ് ആ ഉത്തരം. കൂട്ടുകാർ കരസ്ഥമാക്കിയ മാർക്കുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് മലർവാടി ലിറ്റിൽ സ്കോളറിൽ എ ലിറ്റിൽ ബ്രേക്ക്.